കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാരുടെ പ്രതിഷേധം. രോഗികൾക്കൊപ്പമുള്ള കൂട്ടിരിപ്പുകാരുടെ ഡോർമെട്രിയുടെ ഫീസ് വർദ്ധിപ്പിച്ചതിലാണ് പ്രതിഷേധം കടുക്കുന്നത്. ഇന്നലെ വരെ BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് ദിവസവും 100 രൂപയും APL വിഭാഗത്തിൽപ്പെട്ടവർക്ക് ദിവസം 150 രൂപയുമായിരുന്നു ഡോർമെട്രിയുടെ വാടക. വിവരങ്ങളുമായി ഗോകുൽ K വേണുഗോപാലാണ് ഉള്ളത്. ഗോകുൽ, കൂട്ടിരിപ്പുകാരെ പല രീതിയിൽ ഇപ്പോൾ പിഴിയുന്നു എന്നാണ് അവർ തന്നെ പറയുന്നത്. എന്തായാലും ഇത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ. 2012-13 വർഷത്തിലാണ് പ്രദീപ് കുമാർ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തണൽ എന്ന് പറയുന്ന ഒരു കെട്ടിടം ഇവിടെ നിർമ്മിക്കുകയും അവിടെ ഡോർമെട്രി രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് താമസിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്തത്. അന്ന് മുതൽ ഇന്നലെ വരെ BPL വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു ദിവസം താമസിക്കാൻ 100 രൂപയും APL വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് 150 രൂപയുമായിരുന്നു. എന്നാൽ അതാണ് വളരെ പെട്ടെന്ന് ആരോടും അറിയിക്കാതെ, രോഗികളെയോ കൂട്ടിരിപ്പുകാരെയോ ഒന്നും അറിയിക്കാതെ ഒരു ഏകീകൃത തുക എന്നുള്ള രീതിയിൽ 150 രൂപയിലേക്ക് ആക്കിയിട്ടുള്ളത്. നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇത് ആശുപത്രിയിൽ വരുന്ന ആളുകളുടെ ഒരു വെയിറ്റിംഗ് ഏരിയയാണ്. ഇവിടെയാണ് രാത്രിയിൽ നിരവധിയായിട്ടുള്ള രോഗികളുടെ കൂട്ടിരിപ്പുകാർ കിടക്കുന്നത് എന്നുള്ളതാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ദുരവസ്ഥ എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. കാരണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ആശുപത്രി അധികൃതർ കാണുന്നില്ല. എവിടെ നിന്നെങ്കിലുമൊക്കെ കൂടുതൽ പണം നേടാൻ പറ്റുമെങ്കിൽ അവിടെ നിന്ന് ആ രോഗികളെ പിഴിഞ്ഞ് പണം ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത് എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നിരവധി ആളുകൾ വിശ്രമിക്കുന്നത് നമുക്ക് കാണാം. ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്, വൃത്തിയില്ലാത്തൊരു അന്തരീക്ഷമാണ്. ഇവിടെയുള്ള ബാത്റൂമൊക്കെ പാടെ തകരാറായിട്ടുള്ളതാണെന്നാണ് ആളുകൾ പറയുന്നത്. ഇത് വെയിറ്റിംഗ് ഏരിയ മാത്രമാണ്. പക്ഷേ ഇവിടെ വരുന്ന ആളുകൾക്ക് സാമ്പത്തിക പ്രതിസന്ധി മൂലം ആശുപത്രിയിൽ കിടക്കാനോ അല്ലെങ്കിൽ ഒരു റൂം എടുക്കാനോ ഒന്നും പറ്റാത്തത് മൂലം രാത്രിയിലൊക്കെ ഇവിടെ നിരവധിയായിട്ടുള്ള രോഗികളുടെ കൂട്ടിരിപ്പുകാർ കിടന്നുറങ്ങുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെയുള്ള കസേരകളിലും മറ്റുമാണ് കിടന്നുറങ്ങുന്നത്. ഈ കാര്യങ്ങളൊന്നും കാണാതെയാണ് അവിടെയുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഡോർമെട്രി. ആ ഡോർമെട്രിയിൽ 100ഓളം ആളുകൾക്ക് കിടക്കാൻ വേണ്ടി സാധിക്കും. അതിന്റെ തുക ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ആശുപത്രി വികസന സമിതിയുടെ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലായിരിക്കാം ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ആശുപത്രി സന്ദർശകരുടെ ഫീസ് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശുപത്രി വികസന സമിതിയുടെ തീരുമാനത്തിനെതിരെ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ച് ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. പക്ഷെ ഇന്ന് നോക്കുമ്പോഴാണ് ഇവിടെ വളരെ പെട്ടെന്ന് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകുന്നത്. കഴിഞ്ഞ 12 വർഷമായിട്ടുണ്ടായിരുന്ന ഒരു ഫീസ് പെട്ടെന്ന് മാറ്റുന്നു. BPL വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കുണ്ടായിരുന്ന ആനുകൂല്യം റദ്ദാക്കിയിട്ട് ഒരു ഏകീകൃത തുകയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള സങ്കടകരമായിട്ടുള്ള അവസ്ഥ. 2 ആഴ്ചയും 1 മാസവും ഒക്കെ ഇവിടെ കഴിയേണ്ടതായിട്ടുള്ള ആളുകൾ വരും. അവിടെ പോലും ഒരു 100-150 രൂപ കൊടുക്കാൻ സാധിക്കാത്ത ആളുകൾ ഇവിടെ ഈ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വരുന്നുണ്ട് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്ന പായകളൊക്കെ. കാരണം 100-150 രൂപ പോലും കൊടുക്കാൻ സാധിക്കാത്ത ആളുകളാണ് ഇത്തരത്തിൽ വൃത്തിഹീനമായ ഒരു അന്തരീക്ഷത്തിൽ. ആശുപത്രിയുടെ പരിസരമാണ് ഇത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം എത്ര വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഇവിടെയാണ് ഇവർ അന്തി ഉറങ്ങുന്നത്. ഇവിടെയാണ് രോഗികളുടെ കൂട്ടിരിപ്പുകാർ കിടക്കുന്നത്. ഒരുപക്ഷെ ഒരു രോഗിയുമായി വരുന്ന ആളുകൾക്ക് പോലും ഇവിടങ്ങളിലൊക്കെ കിടന്നുറങ്ങിയാൽ മറ്റു രോഗം വരുമോ എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ട്. ഇതൊന്നും കാണാതെ ഇവിടെയുള്ള സംവിധാനങ്ങളിൽ നിന്ന് കൂടുതൽ തുക ഈടാക്കാനുള്ള ശ്രമം ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിന്റെ ഭാഗമായിട്ട് പ്രതിഷേധം ഇവിടെ നടന്നിരുന്നു. പോസ്റ്റർ ഉൾപ്പെടെയുള്ളവ പതിച്ചിട്ടുണ്ട്. സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകളോട് ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് നാട്ടുകാരുടെയും രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും ഒക്കെ ആവശ്യം. കാരണം ആരോടും അറിയിക്കാതെയാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുള്ളതാണ്. അതായത് ഇത്തരത്തിൽ തുക വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസോ ഒരു കാര്യങ്ങളോ ഒന്നും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടില്ല. ഇന്ന് രാവിലെ പോകുന്ന സമയത്താണ് ഈ ഡോർമെട്രി ബുക്ക് ചെയ്യുന്നതിനാവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയെന്നതിനെ സംബന്ധിച്ചൊരു ബോർഡുണ്ട് ആ ബിൽഡിങ്ങിനകത്ത്. അതിന്റെ ഏറ്റവും താഴെയായിട്ട് BPL-ന് 100, APL 150 എന്നിങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരാൾ വന്ന് പെയിന്റ് അടിച്ച് മായ്ച്ചു കളയുന്ന സമയത്ത് മാത്രമാണ് ഈ തുക പിൻവലിച്ചതായിട്ടും BPL വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ആനുകൂല്യം ലഭിക്കില്ല എന്ന കാര്യം ഇവർ മനസ്സിലാവുന്നത്. ആരെയും അറിയിക്കാതെ ഈ പകൽ കൊള്ള എന്നൊക്കെ പറയുന്നതിന് സമാനമായ രീതിയിലുള്ള ഒരു നടപടിയാണ് ഈ അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്. ഇത്തരത്തിലുള്ള സാഹചര്യം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട്. നേരത്തെ മരുന്നുക്ഷാമവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതൊന്നും പരിഹരിച്ചിട്ടില്ല. നമ്മൾ രോഗികളുമായി ചോദിക്കുന്ന സമയത്തായാലും പല മരുന്നുകളും ഇവിടെ ലഭിക്കാത്ത സാഹചര്യമുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല. രോഗവുമായി വരുന്ന രോഗികൾക്ക് ആവശ്യമായ ഒരു സൗകര്യങ്ങളും ഇവിടെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ വരുന്ന ആളുകളിൽ നിന്ന് കൂടുതൽ പണം എങ്ങനെ ഉണ്ടാക്കാമെന്ന ആലോചനകളാണ് ഇവിടെ നടക്കുന്നത്. അത്തരത്തിലുള്ള നടപടികളാണ് അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്. എന്തായാലും ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് കൂട്ടിരിപ്പുകാർ ആവശ്യപ്പെടുന്നു. കാരണം സംഘടിതമായി നിരവധി നാളുകൾ പ്രതിഷേധിക്കാനുള്ള ഒരു സംവിധാനമൊന്നും അവർക്കില്ല. അവർക്ക് സാധിക്കുന്നത് അവർ ചെയ്യുന്നു. പോസ്റ്റർ ഉൾപ്പെടെയുള്ളവ പ്രചരിപ്പിക്കുന്നു. സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള അധികാരികൾ ഇത് ശ്രദ്ധയിൽപ്പെടണം, ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നും അവർ ആവശ്യപ്പെടുന്നു. രാഗി.
എന്തായാലും സർക്കാർ അവകാശപ്പെടുന്നത് പോലെയാണ് എങ്കിൽ നമ്പർ 1 ആരോഗ്യ കേരളത്തിന്റെ നേർചിത്രമാണ് ഗോകുൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാരുടെ പ്രതിഷേധമാണ് ഇന്ന് നടന്നത്. രോഗികൾക്കൊപ്പമുള്ള കൂട്ടിരിപ്പുകാരുടെ ഡോർമെട്രിയുടെ ഫീസ് അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ വരെ BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് ദിവസം 100 രൂപ നൽകിയാൽ മതിയായിരുന്നു. ഇന്നത് ഒറ്റയടിക്ക് 150 രൂപയാക്കിയിട്ടുണ്ട്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 50 രൂപ എന്ന് പറയുന്നത് ചെറിയ തുകയാണ്. പക്ഷേ സാധാരണക്കാരായവർക്ക് 10 രൂപയായാലും 50 രൂപയായാലും അത് വലിയ തുക തന്നെയാണ്. എന്തായാലും അധികാരികൾ കണ്ണു തുറക്കട്ടെ, നടപടി ഉണ്ടാകട്ടെ. ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.